ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് സ്നേഹതീരത്തൊന്ന് പോയി വന്നാലോ? ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു അത്. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല നട്ടുച്ച, ഞങ്ങൾക്ക് അവിടം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി വരാമെന്ന് വെച്ചു. വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇതായിരുന്നു കാർ പാർക്കിങ് ഒക്കെ. ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് വേഗം കയറി ഞങ്ങൾക്ക് ഇറങ്ങാനൊക്കെ പറ്റി. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല തിരക്കുമായിരിക്കുള്ളൂ. ഇവിടെ സ്റ്റോളുകളിലായാലും ബീച്ചിലായാലും ഒക്കെ. ആദ്യം തന്നെ ഞങ്ങൾ സ്നേഹതീരത്തേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്നും വളരെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ ഇരിക്കണ ഒരു സ്ഥലമൊക്കെ ഉണ്ടായി. അവിടെ തണലത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം. അവിടെ മാത്രം കുറച്ച് ആൾക്കാരുണ്ടായുള്ളൂ. എന്തോ കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒക്കെ വന്നു. പക്ഷേ കുഞ്ഞുമോൻ നല്ല ഹാപ്പി ആയിരുന്നു. അവനിങ്ങനെ ബീച്ച് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓടിച്ചാടി നടക്കുകയായിരുന്നു. അവിടെ ഒരു മീനിൻ്റെ സ്റ്റാച്ചു ഉണ്ടായി. അത് കണ്ടപ്പോൾ അവന് ഭയങ്കര അത്ഭുതം തന്നെയായിരുന്നു. ഇതെന്താ മീൻ ഇവിടെ മുകളിൽ ഇരിക്കണേ എന്നുള്ളത് അവിടെ നിന്ന് പോരുന്നതന്നെ ഉണ്ടായിരുന്നില്ല. നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആൾ ഭയങ്കര ഹാപ്പി. പിന്നെ ഭാഗ്യത്തിന് ഞങ്ങൾ കുട എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഇതൊന്നും ആയിരുന്നില്ല. ബീച്ച് നല്ല ശാന്തമായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു. നല്ല നീല കളർ, നല്ല ഭംഗിയുണ്ടായിരുന്നു ബീച്ച് കാണാൻ. ഞങ്ങളപ്പോൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു ഐസ്ക്രീമൊക്കെ വാങ്ങി. പൊതുവേ ഞങ്ങളുടെ കുഞ്ഞുമോൻ ഐസ്ക്രീം ഒന്നും കഴിക്കാത്തതിന് ചൂടിൻ്റെ ആണോ ആവോ ഞങ്ങൾ കഴിക്കണ കണ്ടിട്ടാണോ ആളും ഓൾമോസ്റ്റ് ഒരു ഐസ്ക്രീം തന്നെ കഴിച്ചു. നല്ല ലാവിഷായിട്ട് തന്നെ കഴിച്ചു. അവന് ഒരു തണുപ്പൊന്നോ അങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഇഷ്ടമായി അവന്. സ്നേഹതീരത്തിൻ്റെ അവിടെ തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. 3 രൂപയും കുട്ടികൾക്ക് 3, വലിയവർക്ക് 5 രൂപയോ അങ്ങനെ എന്തോ നിസ്സാരമായിട്ടുണ്ടായുള്ളൂ. അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു കാണാൻ നല്ല കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലെ കുറേ മീനുകളുണ്ടായിരുന്നു. ടാങ്കിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ടാങ്കിന് വലിയ വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നല്ല നല്ല മീനുകളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മീനുകളൊക്കെ പല കളറ്, വെള്ള, ഓറഞ്ച് ആയിരുന്നു. നല്ല ഗോൾഡൻ ഫിഷ് പോലത്തെ നല്ല അട്രാക്റ്റീവ് ആയിരുന്നു. നല്ല രസമായിരുന്നു. മോന് നല്ല ഇഷ്ടമായി. മോൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറേ നേരം അവനവിടെ നിന്നു. ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ നല്ല വെയിലല്ലേ. ഞങ്ങളവിടെ ഊഞ്ഞാലയിൽ ഒന്നിരുന്നു. ചെറുതിനാണെങ്കിൽ ഊഞ്ഞാല ആദ്യമായിട്ടാണ് കാണുന്നത്. വീട്ടിലത്തെ ഊഞ്ഞാല പോലെയല്ല, ഇങ്ങനത്തെ ഊഞ്ഞാല ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ ഇരിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ചിരി വന്നിട്ട് പാടുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ കുറേ നേരമൊക്കെ ഇരുന്ന് നോക്കി. ഞങ്ങൾ പിടിച്ചൊക്കെ ഒന്ന് ആട്ടിയിരുത്തി. അപ്പം നല്ല ഹാപ്പിയായി ആൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്കൊന്ന് ജസ്റ്റ് ഇറങ്ങി. പക്ഷേ ബീച്ചിൽ ഉച്ചയെന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല. നല്ല തിരക്കായിരുന്നു. എന്തായിരുന്നു പക്ഷെ കണ്ട് നടക്കാൻ നല്ല രസമായിരുന്നു. അതുപോലെ കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിലൊക്കെ നടന്നിട്ട് ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് വേഗം ഞങ്ങൾ പതുക്കനെ അവിടെയൊക്കെ കറങ്ങിയിട്ട് വേഗം പോന്നു. ിട്ട കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ക്യാരറ്റ്, നെല്ലിക്ക, പലതരം കട്ട് മാംഗോസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സർബത്ത് കുടിക്കാൻ വേണ്ടിയുള്ള ഷേക്ക്സ് പോലെ ഉണ്ടാക്കാൻ ഞങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ല.
ബീച്ചിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ഫൺ പാർക്ക് ഉണ്ടായിരുന്നു. അത് ചിൽഡ്രൻസ് ഏരിയ ആയിരുന്നു. അതിലും അത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതൊക്കെ വൈകുന്നേരം ഓപ്പൺ ആവുള്ളൂ. ഒരേ ആക്ടിവിറ്റിയിൽ ഒരേ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾക്കതിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഞങ്ങൾ വെയിലത്തും എല്ലാം ആയിട്ട് ആകെ ടയേർഡായിരുന്നു. മോൻ കാറി കയറി ഇരുന്നപ്പോൾ തന്നെ ഒന്ന് ഉറങ്ങി. ഞാനൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴേക്കും മൂത്ത മോൻ എന്നെ കുത്തിപ്പൊക്കി, വാ നമുക്ക് വീഡിയോ ചെയ്യാം അമ്മയെന്നും പറഞ്ഞ് എന്നെ ആവും കുത്തിപ്പൊക്കി. അപ്പോൾ എല്ലാവർക്കും ഒരു ക്വിക്ക് ബീച്ച് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.